1 ദിനവൃത്താന്തം 7-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്സാക്കറിന്റെ സന്തതികൾ. ഇസ്സാക്കറിന്റെ പുത്രന്മാർ തോല, ഫൂഫ, യാഷൂബ്, ഷിമ്രോൺ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസ്സി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളുമായിരുന്നു. ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ 20,600. ഉസ്സിയുടെ പുത്രൻ ഇസ്രാഹിയായുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. അവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസ്സാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിൽ നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേഖർ, യെദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ ഇസ്ബോൻ, ഉസി, ഉസിയേൽ, യെറിമോത്ത്, ഉറീം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 20,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവോനെ, ഓമ്രി, യെറേമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യെദിയായേലിന്റെ പുത്രൻ ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേധാൻ, താർഷീഷ്, അഹിഷാഹർ. യെദിയായേലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിന്റെ പുത്രന്മാർ ഷുപ്പിം, ഹുപ്പിം. അഹെറിന്റെ പുത്രൻ ഹുഷിം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാക്കീറിന്റെയും അമ്മയാണ്. മാക്കീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവന്റെ സഹോദരി മാഖ. മാക്കീറിന്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവനെ പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാക്കീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്ന് പേരിട്ടു. അവന്റെ സഹോദരനായ ഷേരഷിന്റെ പുത്രന്മാർ ഊലാം, റാഖേം. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാക്കീറിന്റെ മകൻ ഗിലെയാദിന്റെ പുത്രന്മാർ ആകുന്നു. ഗിലെയാദിന്റെ സഹോദരി ഹമ്മോലേഖേത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കേം, ലിഖി, അനിയാം. എഫ്രായിമിന്റെ സന്തതികൾ. എഫ്രായിമിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹദ്, എലയാദ, തഹദ്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിന്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗദ്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെ കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബറിയ എന്ന് പേരിട്ടു. അവന്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബദ്ഹെറോണും ഉസൻഷേരായും നിർമ്മിച്ചു. എഫ്രായിമിന്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ റേസബ്, തേല്, തഹൻ, ലാദാൻ, അമ്മിഹൂദ്, എലിഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ,
ഷെക്കേം, അയ്യ, മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, താനാക്ക്, മെഗിദോ, ധോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിന്റെ സന്തതികൾ. ആഷേറിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെറിയായുടെ പുത്രന്മാർ ഹേബർ. ബിർസായിത്തിന്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിന്റെ പുത്രന്മാർ യാഫ്ലെത്ത്, ഷോമെർ, ഹോധാം. അവരുടെ സഹോദരി ഷൂവ. യാഫ്ലെക്കിന്റെ പുത്രന്മാർ പാസാഖ്, മിബ്ഹാൽ, അശ്വത്. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവരുടെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫാഹ്, ഇബ്ന, ഷേലഷ്, ആമാൽ. സോഫാഹിന്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യേദറിന്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലേയുടെ പുത്രന്മാർ ആരഹ്, ഹനിയേൽ, ട്രിസിയ. ഇവർ ആഷേറിന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു.